ഇവിടെ ഈ പ്രാവശ്യം വന്ന കോവേർട്ടി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷോർട്ട് ഫിലിം ഉണ്ട്. അതിലെ പെർഫോമൻസിന് ബെസ്റ്റ് ആക്ടർ ഫീമെയിൽ ഈ അവാർഡ് നേടിയിട്ടുള്ളത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട രജിഷ വിജയനാണ്. രജിഷ ഏറെ സ്നേഹത്തോടെ ഇതാണ് നമ്മുടെ ടൈപ്സ്. ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. ഓ, ഇത് നമ്മൾ ഡേസി അല്ലേ? നമ്മൾ തന്നെ എടുത്തോളൂ. ആ, പിന്നെ അത് പഠിച്ചു തരാമോ? ഒരു വിപ്ലവകാരിയാണ്. വിപ്ലവം? ആ, നിങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ മിശ്രവാദം. ആണോ? എന്താ പേര്? താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. ഈ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി രജിഷിനെ വിളിക്കുന്നു. ഒപ്പം ഇതിന്റെ ക്യാഷ് പ്രൈസ് നൽകാൻ വേണ്ടി കോട്ടയം നസീർക്ക് കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവാർഡ് നമ്മുടെ കമൽ സാർ നൽകുന്നു. ക്യാഷ് പ്രൈസ് കോട്ടയം നസീർക്ക് നൽകുന്നു. നസീർക്ക് ചെക്ക് നൽകുന്നു. താങ്ക് യു. രജിഷ രണ്ട് വാക്ക് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു. ഹലോ, എനിക്ക് തീരെ വയ്യ. ഞാൻ ഹോസ്പിറ്റലിൽ നേരെ വന്നതാണ്. അപ്പം എനിക്ക് തീരെ വയ്യ എന്ന് പോകണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡാണെങ്കിൽ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോകുമല്ലോ, അതുപോലെ തന്നെയാണ് എനിക്ക് ഈ അവാർഡ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഉണ്ടാവുന്ന ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ റൈറ്റേഴ്സിന് വേണ്ടി ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറൊരു ഇൻഡസ്ട്രി ഇല്ല എന്ന് പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു റൈറ്ററാണ് ഒരു സിനിമയുടെ നെടുന്തൂണ്. റൈറ്റർ ഒരു കഥ എഴുതുമ്പോൾ അതൊരു തിരക്കഥയായി മാറുമ്പോൾ മാത്രമാണ് സംവിധായകൻ അദ്ദേഹത്തിൻ്റെ വിഷൻ കംപ്ലീറ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ വിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ നമ്മളെ പോലെയുള്ള ആക്ടേഴ്സിനെ ടെക്നീഷ്യൻസിനെ യൂസ് ചെയ്യാനും പറ്റുന്നുള്ളൂ. സോ റൈറ്റേഴ്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫെഫ്കിക്ക് ആദ്യം തന്നെ ഒരുപാട് നന്ദി. ഞാൻ ഗുരുതുല്യരായിട്ട് കാണുന്ന ഒരുപാട് ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കോവർട്ടി എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന രോഹിനാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ബ്ലാക്ക് വാറൻ സീരീസൊക്കെ ചെയ്ത് അങ്ങനെ ബോംബെയിൽ കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രജിഷ, ഞാനൊരു ഷോർട്ട് ഫിലിം പഠിക്കുകയാണ്, ടോട്ടലി നമ്മൾ ഐഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, വുഡ് യു ബി ഇൻട്രസ്റ്റഡ് എന്ന്. അപ്പം വിമലാണ് ഇതിൻ്റെ റൈറ്റർ. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിന് ശേഷം വിമലും രോഹിനും കൂടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു ടൈപ്പ് റൈറ്ററിൻ്റെയും ഒരു പെൺകുട്ടീൻ്റെയും ഒരു പ്രണയം, അതാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഒരു മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു ജോണറിൽ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ, ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ മീഡിയം ഏതാണ്, അത് ഫീച്ചർ ലെങ്ത് സിനിമയാണോ, ഷോർട്ട് ഫിലിമാണോ, നാടകമാണോ, സ്ട്രീറ്റ് തിയേറ്റർ ആണോ എന്നൊന്നും മാറ്റർ ചെയ്യുന്നില്ല. നമുക്ക് അഭിനയിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്നുള്ളതാണ്. ഇതുപോലത്തെ അവാർഡുകൾ 4 വർഷം മുന്നേ ഈ ജൂറിയിലായിരുന്നു ഞാൻ. ഇപ്പോൾ ഇതിന് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഫുൾ സർക്കിളായ പോലെയുണ്ട്. ഒരുപാട് നന്ദി ടു ദി എൻറ്റയർ ജൂറി. ഈ സിനിമ കണ്ടവരും പ്രോത്സാഹിപ്പിച്ചവരോട് ഒരുപാട് നന്ദി പറയുന്നു. ഇത് ഓസ്കാറിന് സെലക്റ്റഡ് ആയിരുന്നു, പക്ഷെ നമുക്ക് റണ്ണിന് പോകാൻ പറ്റിയില്ല, കാരണം നമ്മുടെ പൈസ ഇല്ലായിരുന്നു. അന്ന് സാന്റോ മോണിക്കൊന്നും നമുക്ക് പരിചയമില്ലാണ്ടായി പോയി, അല്ലെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു. ബട്ട് ജോക്സ് അപ്പാർട്ട്, ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് കൺഗ്രാജുലേഷൻസ്. ഇപ്പം നേരത്തെ ജോണി ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എന്നെയും കൺസിഡർ ചെയ്യണം. ഇനി നമുക്ക് ഭാവിയിൽ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ, ഇവിടെ തന്നെ നിലനിന്ന് പോകാൻ സാധിക്കട്ടെ. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു രജിഷ, കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും നമ്മളുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2026 മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയിലേക്ക് നമ്മൾ പോകുന്നത് ബെസ്റ്റ് ആക്ടർ